KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ, നിയുക്ത മുഖ്യമന്ത്രി ഇതിൽ ഷാനിമോൾ ഉസ്മാനെ നിർബന്ധമായും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കണമെന്ന കടുത്ത നിലപാട് സ്വീകരിക്കുകയാണ്. ഷാനിമോൾ ഉസ്മാൻ VD സതീശന് ഒപ്പം നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുതിർന്ന MLA കൂടിയാണ്. അതിൽ നേരത്തെ നമ്മൾ MLA-മാരുടെ എണ്ണം പിന്തുണ പരിശോധിച്ചാൽ അത് M വിൻസെന്റ് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ K മുരളീധരൻ, ഷാനിമോൾ ഉസ്മാൻ, അതേപോലെ തന്നെ VT ബൽറാം അടക്കമുള്ള കുറച്ചുപേർ മാത്രമാണ് VD സതീശനൊപ്പം ഉറച്ചത്. അതിലുള്ള ഷാനിമോൾ ഉസ്മാനെ നിർബന്ധമായും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന നിലപാടിലേക്ക് VD സതീശൻ എത്തുന്നു എന്നത് പ്രധാനമാണ്. ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് സണ്ണി ജോസഫ് അടക്കമുള്ള മറ്റ് നേതാക്കൾ തയ്യാറാകുമോ എന്നതാണ്. കാരണം ഒരു വനിതയാണ് സാധാരണ UDF-ന്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താറുള്ളത്. അത് ബിന്ദു കൃഷ്ണ ഏതാണ്ട് ഉറപ്പിച്ച് കഴിഞ്ഞതാണ്. ആ സാഹചര്യത്തിൽ ഷാനിമോൾ ഉസ്മാനെ ഇനി ഉൾപ്പെടുത്താൻ സാധിക്കില്ല. മാത്രവുമല്ല, അത് സാമുദായിക സമവാക്യങ്ങൾ പരിശോധിച്ചാൽ മറുപുറത്ത് വയനാട്ടിൽ നിന്നും T സിദ്ദിഖിനെ കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ച അൻവർ സാദത്തിനെ പരിഗണിക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. അവിടെ വീണ്ടും ഷാനിമോൾ ഉസ്മാൻ കൂടി വരുമ്പോൾ അത് പ്രായോഗികമാകില്ല. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സാമുദായിക സമവാക്യങ്ങൾ പാലിക്കാൻ പറ്റില്ല എന്നൊരു വിലയിരുത്തലുണ്ട്. പക്ഷേ എന്നാൽ പോലും ഒപ്പം നിന്ന, തനിക്കൊപ്പം ഉറച്ചു നിന്ന ഷാനിമോൾ ഉസ്മാനെ നിർബന്ധമായി മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തണം എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രിയുള്ളത്.